ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രോ പറഞ്ഞില്ല അല്ലേ? അത് ഞാൻ ഇടയ്ക്ക് വെച്ച് പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ വിട്ടുപോയി. അപ്പോൾ മീൻ മുളകിടുന്നതാണ് കേട്ടോ. ഞാനിന്ന് മീൻ മുളകിടാമെന്നിപ്പോൾ വിചാരിച്ചത് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മുളകിടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, എന്നിട്ട് ഉള്ളി ഇട്ടു കേട്ടോ. ചെറിയ ഉള്ളി ഇവിടെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള എടുത്തതാണ്. ഇതൊരു ചെറിയ സവാളയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ കുടംപുളി ഞാൻ ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുടംപുളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ നീര് മാത്രം ഒഴിച്ചാൽ മതി. അത് ഞാൻ ഉണ്ടാക്കാൻ പെട്ടെന്നൊരു ഉള്ള തീരുമാനമാണ് ഉണ്ടാക്കാമെന്ന്. നാളത്തേക്ക് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നീര് മാത്രമേ ഒഴിക്കുള്ളൂ. ഇത് കുറച്ച് നേരത്തെ വെച്ചിട്ടില്ല, അതുകൊണ്ട് മുഴുവനായിട്ടിടുന്നുണ്ട്. പിന്നെ രാത്രി വെച്ചതായതുകൊണ്ട് ഞാൻ കറിവേപ്പില പുറത്ത് പോയി പൊടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായേനെ. അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടില്ല കേട്ടോ, ഒരു ഹാഫിലധികം വഴണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് അടച്ച് വെക്കുമ്പോൾ ബാക്കി മുഴുവനായിട്ട് വഴണ്ടി കിട്ടും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ മുഴുവൻ വഴണ്ടി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഉള്ളി വഴണ്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. ഉള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതായത് 2 തക്കാളിയാണ്, 2 തക്കാളി മുറിച്ചിട്ടുണ്ട്. തക്കാളി ഇട്ട് എപ്പോഴും നമ്മൾ അടച്ച് വെക്കണേ. അടച്ച് വെച്ചാലാണ് തക്കാളി കറക്റ്റ് നല്ല പരുവത്തിലാവും. നമ്മൾ തുറന്ന് വെച്ചാൽ തക്കാളി അങ്ങനെ ആവില്ല, ആവും പക്ഷേ ടൈം എടുക്കും. പക്ഷേ അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ് എപ്പോഴും തക്കാളി നല്ലൊരു സോഫ്റ്റായി നല്ല ടേസ്റ്റിൽ കിട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല തക്കാളി ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നതാണ്. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി ഇങ്ങനെ ഉടഞ്ഞ് വരുമ്പോൾ. ഞാൻ തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ തക്കാളി ഇട്ടെല്ലാം ഒരുവിധമൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ക്രീമി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉടഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മുളകിടാന്ന് കേട്ടോ കരുതിയത്, അല്ല. അപ്പോൾ ഞാൻ 2.5 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം 2 ഇട്ടു, പിന്നെ ഞാൻ ഒരു 1/2 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. ചിലർ മല്ലിപ്പൊടി ഇടില്ല, ഇവിടെ പക്ഷേ നമ്മൾ ഇടാറുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയിൽ നമ്മളെല്ലാം ചേർക്കുമല്ലോ, അപ്പോൾ മല്ലിപ്പൊടി ഇടാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ മല്ലിപ്പൊടിയും കൂടെ ഇട്ടാലൊന്നും ടേസ്റ്റാണ്. ചിലർക്കത് ടേസ്റ്റ് പറ്റില്ല, പക്ഷേ ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ടിട്ടായിട്ടൊന്നും അറിയുന്നില്ല. അത് രണ്ടാമത് ഞാൻ ഒരു 1/2 സ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തു. കാശ്മീരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പിന്നെ കുടംപുളി അത് വെള്ളത്തോടൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്താണ്. അത് പുളി അധികം ഇറങ്ങിയിട്ടില്ല, വെള്ളത്തിൽ അധികം നേരമായിട്ടില്ല. അപ്പോൾ അയല ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു തീരുമാനം വന്നതാണ്, നാളത്തേക്ക് ആക്കി വെക്കാമെന്ന്. രാത്രി കാര്യമായിട്ട് പണിയൊന്നുമില്ലായിരുന്നു, പിന്നെ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണും എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണോ വെക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ. ഇത് ഞാൻ ഫ്ലാഷ് ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ, അതിൻ്റെ നിറം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആകുമ്പോൾ ഇത്ര റെഡ് കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാൻ വെള്ളം ഇത്രേ ആക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ മീനും കൂടി ഇട്ടതാകുമ്പോൾ കറക്റ്റാവും. ഇപ്പോൾ രാത്രി നമ്മളിങ്ങനെ ഇട്ട് വെച്ചാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആക്കി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ നല്ലൊരു കറക്റ്റ് ഗ്രേവിയും ഇതൊക്കെ ആവും കേട്ടോ രാവിലത്തേക്ക്. അപ്പോൾ ഇതാ മീനിട്ട് ഇപ്പം കുറച്ചൊരു വെള്ളം പോലെ തോന്നും, പക്ഷേ ഇത് കറക്റ്റാണ്. ഞാൻ അയലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, അപ്പോഴത്തേക്കും വേവും. അയലായാലും മത്തിയൊക്കെ ആയാലും ഇപ്പോൾ ഇത് മീനൊക്കെ അല്ലേ, പുഴമീനല്ലാത്ത എല്ലാ മീനും ജസ്റ്റ് ഒന്ന് തിളച്ചാൽ തന്നെ വെന്ത് കിട്ടും. അപ്പം എരിവും പുളിയും ഉപ്പും ഒക്കെ നോക്കി എല്ലാം കറക്റ്റാണ്, എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നമുക്കൊന്ന് അങ്ങനെ വെച്ച് നോക്കാമല്ലോ അല്ലേ.
പിന്നെ യൂട്യൂബ് തുറന്നാൽ പിന്നെ ഒരുപാട് കാണാം പല രീതിയിലും വെക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങളാണ്. മാന്ത ഉണ്ടായിരുന്നു, മാന്ത നമ്മൾ പൊരിച്ചു. ഇത് ഇന്നലത്തെ മുളകിട്ട മീൻകറി, ചമ്മന്തി, ക്യാരറ്റ് ഉപ്പേരിയുണ്ട്, കടലക്കറിയുണ്ട്. പിന്നെ ഇത് ചേമ്പ് ഉടച്ച് വെച്ചാൽ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വറ്റൽമുളകിൻ്റെ ഇത് കളറായതുകൊണ്ടാണ്. ഉമ്മച്ചിക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തത് അപ്പോഴാണ്. പിന്നെ ഞാൻ ഇതിടണമെന്ന് കരുതിയിരുന്നു. പിന്നെ ഞാൻ ഇതിട്ടപ്പോൾ ഇതും കൂടി എടുത്തതാണ്. പിന്നെ വൈകുന്നേരത്തേക്ക് ഉമ്മച്ചിയും ചിന്നും കൂടി കുക്കറപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുറിച്ച് നോക്കിയാൽ നല്ലതാണ്. നാരൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു.